ഗൈസ്, അപ്പോൾ നമ്മൾ 60/2022 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത് കേട്ടോ. LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: മണികാരൻ താപോർച്ച കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റാണ് ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ 23.5 നോർത്ത് ഉത്തരായന രേഖ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH-44 മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തു കൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം അല്ലേ. മണികാരൻ താപോർച്ച കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ 23.5 നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH-44 മുംബൈയെയും മാംഗ്ലൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നുപോകുന്ന റെയിൽവേ ശൃംഖലയാണ് കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷമാണ് 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആയിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 1990 വിവരാവകാശത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അപ്പോൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം അല്ലേ. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? 6. മൗലിക ചുമതലകൾ ഭരണഘടനയെ കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയുടെ പതാകയായുള്ള ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യൻ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അടുത്തതാണ് ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക അല്ലേ. അപ്പോൾ ആദ്യത്തെയാണ് 1, 4, 2, 1, 3, 2, 4, 3 ആണ് അല്ലേ. അപ്പോൾ ബ്രഹ്മസമാജം ആരാണ് കൊണ്ടുവന്നത്? രാജാറാം മോഹൻ റോയ് ആണ് കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പഠിച്ചിട്ടുണ്ട്. ഈ തന്നെ വന്നിട്ടുണ്ട് അല്ലേ, കണ്ടില്ലേ. ടെക്സ്റ്റ് ബുക്ക് 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ആര്യ സമാജം ആരാണ്? ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. പിന്നെ എന്താണ്? ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്രസെന്നാണ് കൊണ്ടുവന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. സാന്താൾ കലാപം നടന്ന വർഷമാണ് 1855 to 1856. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ. ഇതുണ്ട് 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിൽ കേട്ടോ. കുറേയൊക്കെ ഇതിൽ തന്നെ ഉണ്ട്.
ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന്? 1857 മെയ് 10-നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ആഗസ്റ്റ് 9, 1942. ആഗസ്റ്റ് 9, 1942-നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം വന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത് പറയാം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് എന്താണ്? ഓപ്പറേഷൻ വിജയ്. എന്താണ്? ഓപ്പറേഷൻ വിജയ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നിട്ട് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റമാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി. എന്താണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. എന്താണ്? മംഗളവനം. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനാണ് കേട്ടോ. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനം. അറിയില്ലേ? സൈലന്റ് വാലി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് അല്ലെ? പാലക്കാടുള്ള സൈലന്റ് വാലി. കേരളത്തിലെ ഏക ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴയിലാണ് കൂടുതൽ മത്സ്യബന്ധനം ഉള്ളത് കേട്ടോ. അടുത്തത്, കേരളത്തിൽ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂരാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ എവിടെയാണുള്ളത്? മറയൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ ഉള്ള ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ ഉള്ള ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് ഏത്? മലപ്പുറം. ഓക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ പട്ടണം ഉള്ളത് എറണാകുളമാണ്. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ്. എന്താണ്? സ്പ്ലാഷ് ആണ് കേട്ടോ. 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. എന്താണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വേലുത്തമ്പി കലാപം കേട്ടോ. എന്താണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? ഉൾപ്പെട്ടതാണ് മലബാർ കലാപം, കയ്യൂർ ലഹള, ഉപ്പ് സത്യാഗ്രഹമൊക്കെ കേട്ടോ. അപ്പോൾ വേലുത്തമ്പിയാണ് ഉൾപ്പെടാത്തത്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ്. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? നിജാനന്ദ വിലാസം. എന്താണ്? നിജാനന്ദ വിലാസമാണ് കേട്ടോ. ഗ്രൂപ്പിൽ പെടാത്തത് നിജാനന്ദ വിലാസം. അടുത്തത്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂരാണ്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? തൃശ്ശൂർ. 1936-ലാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന സംഭവമാണ് സവർണ ജാഥ. ഓക്കെ അല്ലേ? അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? വൃക്കകളാണ് കേട്ടോ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. 1, 3 എന്നിവ മാത്രം. അപ്പോൾ ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. നിശ്വാസ സമയത്ത് എന്താണ്? പുറന്തള്ളപ്പെടുന്നു. അടുത്ത, ഔരസാശയത്തിൽ വായുമർദ്ദം കൂടുന്നു. ഓക്കെ, അതൊക്കെയാണ് എന്ത് ശരിയായവ. അടുത്തത്, ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ജീവകം D ആണ് കേട്ടോ. റിക്കറ്റ്സിന് കാരണം ജീവകം D ആണ്. ഓക്കെ അല്ലേ?
അടുത്തത് 64ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? നിപ്പ, എയ്ഡ്സ് ആണ് കേട്ടോ. സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം. സർക്കാർ ആശുപത്രികളെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക കേട്ടോ. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത്? നൈട്രജനാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബണൊക്കെ എന്താണ്? ഹരിതഗൃഹ വാതകമാണ്. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ്? സസ്യപരിപാലനം കൊണ്ട് വനനശീകരണം ഉണ്ടാവോ? ഇല്ല അല്ലേ. അപ്പോൾ അതാണ്. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? പെട്രോൾ. പശ, പ്ലൈവുഡ്, മെഴുകൊക്കെ വനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, പെട്രോൾ ലഭിക്കുന്നില്ല. ഓക്കെ. കേരളത്തിൽ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? പ്രിയങ്ക ഉണ്ടോ? ഇത് SCERT ആണ്. പ്രിയങ്ക, പാവൽ പ്രിയങ്ക കേട്ടോ, മറക്കരുത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോടാണ് കേട്ടോ. സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞത്. തെറ്റായത് എന്താണ്? 4ാമത്തെയാണ്. അപ്പോൾ ബാക്കി 3 ശരിയല്ലേ. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ, ശരിയാണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ, ശരിയാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോർഡാണ്, ശരിയാണ് അല്ലേ. അപ്പോൾ അടുത്തത് സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് പ്ലവന പ്രക്രിയ. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ നമ്പർ എത്രയാണ്? 4. ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 1. ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 1 ആണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. ഭക്ഷണങ്ങൾ കേടാവാണ്ടിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റമുണ്ടാകും? 4 ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജം 4 ഇരട്ടിയാവും കേട്ടോ. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം കേട്ടോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓറഞ്ച്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓറഞ്ചാണ് കേട്ടോ. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റാണ് എന്ത്? കെൽവിൻ. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റാണ് കെൽവിൻ. ഇനി ബാക്കിയൊക്കെ നമ്മളെ മാത്സ് ആണ്. അപ്പോൾ ഇതുവരെയുള്ള പഠിച്ചില്ലേ, ഒന്നുകൂടെ റിവൈസ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ കണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ശരി എന്നാൽ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.